വണ്ടിയുടെ മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല അക്കുത്തിക്കും. വണ്ടിയില് മഴ പെയ്തോണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പുറത്തറിയില്ല ചേട്ടാ നീ കൈവെക്ക. അതാണ്, അങ്ങനെ ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ്, ഒരു ഡോക്ടറാണ്, പക്ഷെ അങ്ങനത്തെ യാതൊരു ജാടയുമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു 8 years of love? 9 പോകുന്നു January 3rd. Oh my god. അങ്ങനെ ഇരിക്കട്ടെ. അടിപൊളി. ലൈക്ക് എബിൻ വന്നതിന് ശേഷമാണ് ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയത്. അതുവരെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു 9ാമത്തെ വയസ്സിൽ ഞാൻ അഭിനയിക്കാൻ വന്നെങ്കിലും അമ്മയായിരുന്നു എല്ലാത്തിനും കൂടെ. പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൂരാണ് ഞാൻ ജനിച്ചും വളർന്നതൊക്കെ. ഇപ്പം സെറീന ഇരിട്ടി പോയി എന്നൊക്കെ പറഞ്ഞില്ല, ഇരിട്ടി പയ്യാവൂർ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അപ്പം അവിടുത്തെ രീതികളെ വ്യത്യാസമാണ്, ഭയങ്കരമായിട്ടൊരു വില്ലേജാണ്. അപ്പം ഭയങ്കര അതങ്ങനെയാണ്. നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മളെ മീൻസ് അടുത്ത നാട്ടുകാരാണ് പറയുന്നത്, അങ്ങനെ അത്രയും ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത്. പിന്നെ ഫിലിമിലൊക്കെ വന്നാൽ പോലും അമ്മയ്ക്ക് ആ ഒരു വേരാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേനും അമ്മ അത് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ സൊസൈറ്റി ഒന്ന് നോക്കും. ഭയങ്കര സൊസൈറ്റി. ഞാനൊക്കെ വന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ട് അതിനാണ്. ഞാൻ ആരെയും കയ്യെ പിടിച്ച് സംസാരിക്കും, ഞാൻ ഹഗ് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ പണ്ടൊക്കെ ഹഗ് ചെയ്തതിന് കുറേ വഴക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം അമ്മ അതിനെന്താണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ തന്നെ അപ്പം ഞാൻ വിചാരിക്കും ആ ഒരു നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ടൈമാണ്. ഒരു വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്കുള്ള ഒരു ടൈം. ഈ ഒരു ജേർണിയും കുറേയും കൂടി ഈസി ആക്കിയത് എവിൻ ചേട്ടന്റെ ഒരു എവിൻ വന്നതിന് ശേഷം. പിന്നെ എവിൻ ഭയങ്കരമായിട്ട് എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. എന്തിനേയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇന്ന് രാത്രി 0 മണി നോ. അതെ. അപ്പൊ അങ്ങനെ ഒരാളായത് കൊണ്ട് അതെപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ ലൈഫിൽ. ഇപ്പൊ ഞാൻ സെറീനയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ സെറീന എന്താ പറയാ? അമ്മേനല്ലേ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് എന്നെയാണ് ഇഷ്ടം. അത് ഇപ്പോഴെന്നല്ല, ലൈക്ക് എനിക്ക് എപ്പോഴും ഞാൻ എണീറ്റ് വരുമ്പോൾ എനിക്ക് എന്നെ കാണാനാണ് ഇഷ്ടം. എനിക്ക് എന്നെ നോക്കി ഇപ്പോൾ ഞാൻ വിശന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിയുമ്പോൾ ഞാൻ ഭർത്താവിനാണ് ഫസ്റ്റ് ഫുഡ് കൊടുക്കാമെന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റിൽ തന്നെ ഞാൻ വിശന്നപ്പോൾ ഞാൻ കഴിച്ചു. അപ്പം അത് ഉൾക്കൊള്ളുന്ന ഒരാളാണ് എവിൻ. ലൈക്ക് ചിലവർക്കുണ്ട് അവർ ഭാര്യ എടുത്തു കൊടുത്താലേ കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള. പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ പറക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ഡാൻസ് ഡ്രസ്സ് എനിക്ക് മറ്റെന്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഡാൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഡാൻസ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഷെൽഫിൽ വെച്ചിട്ട് ഇന്ന് ഞാൻ ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. ഐ തിങ്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തത്. അപ്പോൾ അതങ്ങനെ കല്യാണം കഴിഞ്ഞൊരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോക്കുവയിൽ എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിക്കാൻ പോയത്. അപ്പോൾ ആരെങ്കിലും വിടുവോ? ഒരു കുറേ വീട്ടിൽ ഇപ്പോൾ വിരുന്നിനൊക്കെ പോകണമല്ലോ, അതുപോലും പോയിട്ടില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പം